മറ്റു ചില റിപ്പോർട്ടുകൾ കൂടി നോക്കാം. കേന്ദ്രത്തിന്റെ ട്രാൻസ്ജെൻഡർ ബില്ലിനെതിരായ വിധിയെഴുത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന് ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റുകൾ. പുതിയ ഭേദഗതിയിലൂടെ തങ്ങളെ ഉന്മൂലനം ചെയ്യാനാണ് ശ്രമമെന്നും ട്രാൻസ്ജെൻഡർ വിഭാഗത്തെ ബാധിക്കുന്ന നിയമം നടപ്പാക്കുമ്പോൾ ആ വിഭാഗവുമായി ചർച്ച ചെയ്യാൻ പോലും കേന്ദ്രം തയ്യാറായില്ലെന്നും ആക്ടിവിസ്റ്റുകൾ ആരോപിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ നിയമത്തിനെതിരായ നിലപാട് പ്രഖ്യാപിക്കുകയാണ് ട്രാൻസ്ജെൻഡർ വിഭാഗം. माननीय सभापति महोदय जी, विधेयक को पारित किया जाए। प्रश्न यह है कि विधेयक को पारित किया जाए। जो सदस्य इसके पक्ष में वो हाँ कहें, जो सदस्य विरोध में है वे ना कहें। मेरे विचार में निर्णय हाँ वालों के पक्ष में हुआ, हाँ वालों के पक्ष में हुआ। प्रस्ताव स्वीकृत हुआ, विधेयक पारित हुआ। 2019 ട്രാൻസ്ജെൻഡേഴ്സ് നിയമത്തിൽ ഭേദഗതി വരുത്തി അവതരിപ്പിച്ച പുതിയ ബില്ലിനെതിരെ വലിയ പ്രതിഷേധമാണ് രാജ്യത്തെമ്പാടും നടക്കുന്നത്. സ്വയം തിരിച്ചറിഞ്ഞ ലൈംഗിക സ്വത്വങ്ങളുള്ളവരെ ട്രാൻസ്ജെൻഡർ വ്യക്തിയായി അംഗീകരിക്കില്ല എന്നുള്ളതാണ് ഭേദഗതി പ്രകാരമുള്ള പ്രധാന മാറ്റം. പകരം സർക്കാർ നിയമിക്കുന്ന മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ ബോർഡിന്റേതായിരിക്കും തീരുമാനം. ലൈംഗിക ന്യൂനപക്ഷങ്ങളോടുള്ള സംഘപരിവാറിന്റെ സമീപനമാണ് ഇത് വ്യക്തമാക്കുന്നതെന്ന് ആക്ടിവിസ്റ്റുകൾ വിമർശിക്കുന്നു. ഇതൊരിക്കലും ഈ മനുഷ്യരെ സംരക്ഷിക്കാനുള്ളതല്ല എന്നുള്ളതാണ്. ഇത് ഈ മനുഷ്യരെ ദ്രോഹിക്കാനുള്ളതാണ്. രാഷ്ട്രീയ ദുഷ്ലാക്കോടുകൂടി മാത്രമാണ് ഈ ഒരു ബില്ല് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ കൾച്ചറൽ ഐഡന്റിറ്റി ഉള്ള ആളുകൾ ഒരു തരക്കേടില്ലാത്ത ഓരോ ഭാഗത്തെയും അവർ താമസിക്കുന്ന ഭാഗത്ത് ചെറിയൊരു വോട്ട് ബാങ്ക് തന്നെയാണ്. അവരെ പ്രീണിപ്പിച്ചുകൊണ്ട് അവരുടെ ഒരു വോട്ട് ബാങ്കിന്റെ ഭാഗമാക്കി മാറ്റുക, അല്ലെങ്കിൽ അവരിലൂടെ ഒരു പ്രത്യേക കൾച്ചർ അല്ലെങ്കിൽ പ്രത്യേക റിലീജിയന് മാത്രം ഇവിടെ സസ്റ്റെയിൻ ചെയ്താൽ മതി എന്നുള്ള ഒരു അജണ്ട നടപ്പിലാക്കിക്കൊണ്ടാണ് ഈ ബില്ല് മുന്നോട്ട് വന്നിരിക്കുന്നത്. ഹോർമോണൽ ചികിത്സയിലൂടെയോ ശാരീരിക ഉപദ്രവം ഏൽപ്പിച്ചോ ട്രാൻസ്ജെൻഡർ ആകാൻ നിർബന്ധിക്കുന്നതിന് 10 വർഷം മുതൽ ജീവപര്യന്തം വരെയുള്ള ശിക്ഷയാണ് നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നത്. ട്രാൻസ്മെൻ വിഭാഗത്തെ ബില്ലിൽ പൂർണ്ണമായും അവഗണിച്ചു. സ്വത്വം വെളിപ്പെടുത്താൻ മെഡിക്കൽ ബോർഡിന് മുന്നിൽ തുണിയുറിഞ്ഞു നിൽക്കേണ്ട സാഹചര്യമാണ് വന്നിരിക്കുന്നതെന്നും ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റുകൾ ആശങ്കപ്പെടുന്നു. ഇങ്ങനെയുള്ള ബില്ലുകൾ കൊണ്ടുവന്ന് ഞങ്ങൾ ഇനി എന്ത് ചെയ്യണം, ഇനിയുള്ള നമ്മുടെ ജീവിതം നമ്മൾ ഇനി മുന്നോട്ട് എങ്ങനെ ജീവിക്കണം എന്നുള്ള ഇതുപോലും മറ്റൊരാൾ തീരുമാനിക്കണം എന്നുള്ള രീതിയിലേക്കാണ് ഇവർ ഈ ബില്ലിനെ കാണുന്നത് തന്നെ. ഒരു മെഡിക്കൽ ബോർഡിൻ്റെ കീഴിൽ ഞങ്ങളെല്ലാവരുടെയും ഞങ്ങളുടെ ശരീരം അവിടെ പ്രദർശിപ്പിക്കണമെന്ന് പറയുന്നതിനോട് എത്രത്തോളം നമ്മൾ ആരും അത് അനുകൂലിക്കും. കാരണം ഒരു ആണാണ് അല്ലെങ്കിൽ ഒരു പെണ്ണാണ് എന്ന് പറയുമ്പോൾ അത് ആണാണോ പെണ്ണാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ ആളിൻ്റെ ശരീരം ഒന്ന് പ്രദർശിപ്പിച്ച് കാണിക്കണം എന്ന് പറയുന്നത് നമ്മൾ പറയുമ്പോൾ അങ്ങനെ പറയുന്നത്. അവർ പറഞ്ഞ ഒരു മെഡിക്കൽ ബോർഡിൻ്റെ കീഴിൽ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് പോലും നമുക്ക് കൃത്യമായി മനസ്സിലാകുന്നില്ല. ട്രാൻസ്ജെൻഡർ വിഭാഗത്തെ ബാധിക്കുന്ന നിയമം നടപ്പാക്കുമ്പോൾ ആ വിഭാഗവുമായി ചർച്ച ചെയ്യാൻ കേന്ദ്ര സർക്കാർ തയ്യാറായില്ലെന്നും ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടി രൂപീകരിച്ച നാഷണൽ കൗൺസിൽ ഫോർ ട്രാൻസ്ജെൻഡർ പേഴ്സണിനോട് പോലും അഭിപ്രായം തേടിയില്ലെന്നുമാണ് വിമർശനം. കേരളത്തിൽ ട്രാൻസ്ജെൻഡർ മനുഷ്യർ ഒന്നടങ്കം വളരെ ഗൗരവത്തോടെ പ്രഖ്യാപിക്കുന്ന ഒരു വിഷയം. ഈ വിഭാഗത്തിൽ നിന്ന് ഒരു വോട്ട് പോലും ഈ പറഞ്ഞ BJP-യിലേക്ക് പോൾ ചെയ്യില്ല എന്നുള്ളത് ഞങ്ങൾ ഉറപ്പിക്കാറുണ്ട്. ഞങ്ങൾ ഉൾപ്പെടെയുള്ള മനുഷ്യരുടെ നിലനിൽപ്പിനെ അത് ചോദ്യം ചെയ്യുന്നുണ്ടെന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിയമസഭയിൽ അടക്കവരുടെ പ്രാതിനിധ്യം ഉണ്ടാകാതിരിക്കാനുള്ള തീവ്രമായ ശ്രമം, ജാഗ്രത ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് വളരെ കൃത്യമായി ഉണ്ടാകും. സംഘപരിവാർ BJP മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം ഏതൊക്കെ തലത്തിലാണ് ഞാൻ ഉൾപ്പെടെയുള്ള മനുഷ്യരെ, രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ ബാധിക്കുന്നതിനെ പറ്റി ധാരണ ഉണ്ടാക്കി കൊടുക്കുകയും അവരെയും അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമമായിരിക്കും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവുക. അതൊരു രാഷ്ട്രീയ തീരുമാനം തന്നെയായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. ശസ്ത്രക്രിയകളോ മെഡിക്കൽ പരിശോധനകളോ ഇല്ലാതെ തന്നെ ഒരാൾക്ക് തന്റെ ലൈംഗിക സ്വത്വം സ്വയം തീരുമാനിക്കാനുള്ള അവകാശമുണ്ടെന്ന 2014 സുപ്രീം കോടതി വിധിയാണ് ബില്ലിനെതിരെ ട്രാൻസ്ജെൻഡേഴ്സ് വിഭാഗം ഉയർത്തിക്കാണിക്കുന്നത്. ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയുള്ളതെന്ന് പറയുന്ന നിയമത്തിൽ തൊഴിൽ, വിദ്യാഭ്യാസ സംവരണം, നിയമനിർമ്മാണ സഭകളിലെ പ്രാതിനിധ്യം എന്നിവ ഉൾപ്പെടുത്താത്തത് എന്തുകൊണ്ടെന്നും ആക്ടിവിസ്റ്റുകൾ ചോദിക്കുന്നു. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.